മകൾ ദിയ. ഇവളുടെ സ്ഥാപനമുണ്ട് ഓബൈ ഓസി എന്ന് പറഞ്ഞ്, അത് ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത 3 കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ബേസിക്കലി പറയും, ഞങ്ങളുടെ കമ്പനിയുടെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ QR കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ QR കോഡ് കാണിക്കുന്നു, അതിലോട്ട് പൈസ മാറ്റുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടാണ് ഈ ബിസിനസ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗർഭിണിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഗർഭിണികൾക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു സിക്നസ് ഉണ്ട് ആദ്യത്തെ പീരീഡിൽ. അപ്പോൾ ആദ്യത്തെ ഒരു 5 മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡാണ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക IT-ൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നു. അപ്പോൾ ഓഡിറ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും, ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു. അത് കഴിഞ്ഞ് രാത്രി ഇവർ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത്, എൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിനെ അറിയിക്കണമെന്ന്. അപ്പോൾ ഇവിടെ വിചാരിച്ചു അധികം പേരൊന്നും അയക്കില്ലായിരിക്കും, കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഇങ്ങനെ മെസ്സേജ് ഇടും, ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിന് അപകടം പിടിക്ക് ഇവര് ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവ് ഇതിനി റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും. അപ്പോൾ ഇവർ പൈസ തരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ളാറ്റിന്റെ താഴെ അസോസിയേഷന്റെ ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവർ കുറച്ച് പറഞ്ഞു, ഷുമാർ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾ പോകണം. ഇതെല്ലാം അവിടുത്തെ ഫ്ളാറ്റിൽ CCTV ഉണ്ട്, പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ കുറെ കഴിഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടി പറഞ്ഞു, ഞങ്ങളുടെ ഈ പൈസ തരാം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റില്ല, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവര് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇത് ഉൾപ്പെടെ വീഡിയോയ്ക്കകത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു അപകടമുണ്ട്. അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിട്ടും ശ്രീ സ്റ്റുവർട്ട് ഗില്ലർ, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ന്യൂസ് സ്റ്റേഷനിലോട്ട് ഈ പരാതി അയക്കുന്നു. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഖ്യത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസ്, മറ്റ് തെളിവുകളെല്ലാം ഞങ്ങളവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. പക്ഷെ ഇതിന് ശേഷം നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ അവർ പലപ്പോഴായിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചാനൽ വഴിയാണ് എന്നെ പലരും വിളിച്ചു പറയുന്നു, നിങ്ങൾക്കെതിരെ കേസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറണ്ട് വരികയാണ്. ഇതിനിടയ്ക്ക് നമ്മളെന്ത് വെച്ചാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിന്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിലും അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കൃഷ്ണകുമാറൊക്കെ ഈ പറഞ്ഞത് വെച്ച് സത്യമാണെങ്കിൽ അവർ ചെയ്തേക്കുന്നത് ഭയങ്കര തെണ്ടിത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലെന്ന ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ദിയയ്ക്ക് ഉണ്ടെങ്കിൽ ഇതേണൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടെങ്കിൽ കടയിൽ പോയി കണക്കൊന്നും നോക്കാനൊന്നും എപ്പോഴും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് കാണത്തേ ഉള്ളൂ. സോ ആ ഒരു സമയം ഉണ്ടെങ്കിൽ ഇവർ നല്ലോണം മുതലെടുത്തെന്ന് തന്നെ പറയാം. അത് 60-65 ലക്ഷത്തോളം ഉണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ അവരെന്തുമാത്രം കള്ളികളാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ ഇതേണൊക്കെ കേസാക്കിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതേ കണക്കുണ്ടെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോയി അതിന് ശേഷം തൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങാൻ ശ്രമിച്ചെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ രീതി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ ഇതേണൊക്കെ കള്ളം പിടിക്കുക, അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേ സമയത്തുണ്ടെങ്കിൽ ഇവർ വേറൊരു കൗണ്ടർ കേസ് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിനകത്തുള്ളൊരു കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കേസ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം നോക്കിയാൽ മതി. അവർക്ക് ബാങ്കിൽ എത്ര പൈസ വന്നിട്ടുണ്ട്, എങ്ങനെ
എങ്ങനെയാണ് ട്രാൻസാക്ഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ 4 പേരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഒരു കുഴപ്പമില്ല. അവരാണ് ഇത് തെറ്റ് ചെയ്തതെന്നുള്ളത്. സോ ഇനി എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി ഇതേ കണക്കുണ്ടെങ്കിൽ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നാൽ കേസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതുണ്ടെങ്കിൽ അവർ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനത്തുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതല്ലാതെ അധ്വാനിക്കാനൊന്നും ആരും റെഡി ആയിട്ടില്ല. എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെ വഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തന്നെ ഉണ്ടെങ്കിൽ കള്ളക്കേസ് കൊടുത്ത് അവരെ പിന്നെ അകത്താക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഭയങ്കരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കള്ളക്കേസ് കൊടുക്കുന്നതാണ്. കേസ് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ ബാധിക്കപ്പെടുന്ന പാവ ആൾക്കാരുണ്ടെങ്കിൽ അത് താൻ ഒരു തെറ്റും ചെയ്തില്ല അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ തന്നെ കുടുക്കിയതാണെന്നുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ വർഷങ്ങളെടുക്കും. പക്ഷേ ഈ കള്ളക്കേസ് കൊടുത്തവരുണ്ടെങ്കിൽ അതുവരെ സുഖമായിട്ട് ജീവിക്കുകയോ ഒരു കുഴപ്പമില്ലാതെ സിമ്പതിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സത്യം തെളിയുമ്പോഴത്തേക്ക് പല വർഷങ്ങൾ കഴിയുകയും ചെയ്യും. എന്നിട്ട് ഈ കള്ളക്കേസ് കൊടുത്തവർക്ക് വല്ല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കേസ് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒരു കാരണങ്ങളും ഇല്ല. അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സുഖമായിട്ട് സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുന്നത്. എന്തായാലും ശരി, ഇതേപോലത്തുള്ള ആൾക്കാർ ഇനി രക്ഷപ്പെടാൻ പാടില്ല. തീർച്ചയായിട്ടും കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ 4 പേരെ ഉണ്ടെങ്കിൽ കുടുക്കി ജയിലിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.